I act as if I don't care if people dislike me. Deep down, அதை ரகசியமாக ரசிக்கிறேன். உன் அம்மா நாங்கள் முன்னது ஒரே அறையில் தங்கியிருந்தோம் அப்படின்னு சொன்னாரா? நீங்க மூணு உங்கள் புத்திசாலித்தனத்தோட பட்டம் பெற்றீங்களா? அதிசயமா இருக்குது. அப்படியா? நீ ஒரு நண்பனை சேர்த்து கொண்ட, அது ஒரு செடியானாலும் நிறைவானதை விட தரத்தை தேர்வு செய்கிறேன். வா, நீங்க அறிய முடியாதது, நகைப்புக்குரியது, ஆண்களின் பார்வைக்காக பெண்களை பொருளாக்கும் ஒரு பாரம்பரிய உதாரணமா? அந்த பையனோட குடும்பம் கொலை முயற்சி குற்றச்சாட்டுகளை பதிவு செய்ய போறாங்க. அது உங்க பதிவுல எப்படி தோணி இருக்கும்? பயங்கரம். நான் வேலை முடிக்க தவறியதை அனைவரும் அறிந்து கொள்வார்கள். വെറും ഒരേ ഒരു ക്ലിക്കിൽ വെറും 5 സെക്കൻഡ് കൊണ്ട് ഇംഗ്ലീഷ് മൂവിയുടെ ഡബ്ബിംഗ് കംപ്ലീറ്റ് ആയി. ഇത് 11 ലാബ്സിലെ ഒരു സവിശേഷതയാണ്. ഇതുപോലെ നിറയെ ഓപ്ഷൻസ് നമുക്ക് 11 ലാബ്സിലൂടെ ലഭ്യമാണ്. സോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് 11 ലാബ്സ് ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് ടു സ്പീച്ച് അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സൈഡിലേക്ക് നോക്കുക. ഇവിടെ വോയിസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് വോയിസ് നമുക്ക് കിട്ടും. പെൺകുട്ടിയുടെ, ആൺകുട്ടിയുടെ, വയസ്സായിട്ടുള്ള ആളുടെ, അങ്ങനെ ഡിഫറെന്റ് വോയിസ് ഡിഫറെന്റ് മോഡുലേഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ റേച്ചൽ എന്ന മോഡലിന്റെ വോയിസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിന്റെ സ്പീഡ്, സ്റ്റെബിലിറ്റി, സിമിലാരിറ്റി, സ്റ്റൈൽ ഇതൊക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കസ്റ്റം ചെയ്ത ശേഷം ജനറേറ്റ് സ്പീച്ച് കൊടുക്കുക. ഇപ്പോൾ വോയിസ് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. I'm the green hero, full of power. The green hero brings health each hour, strong and fresh. The green hero leads. നമ്മൾ വിചാരിച്ച പോലെ വോയിസ് റെഡി ആയിട്ടില്ലെങ്കിൽ സ്പീഡ്, സ്റ്റെബിലിറ്റി, സിമിലാരിറ്റി, സ്റ്റൈലൊക്കെ മാറ്റി മാറ്റി നമുക്ക് സ്പീച്ചിനെ റീജനറേറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട രീതിയിൽ ഡബ്ബിംഗ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വോയിസ് ഡൗൺലോഡ് ചെയ്യാം. ഇനി അടുത്തൊരു ട്രിക്കാണ്, നമുക്കൊരു വീഡിയോ കൊടുക്കുന്നു. ആ ഒരു വീഡിയോയിലുള്ള ലാംഗ്വേജ് മറ്റൊരു ലാംഗ്വേജിലേക്ക് അതേ വോയിസ് മോഡുലേഷനിൽ മാറണം. അതെങ്ങനെ ചെയ്യാം? അതിന് നമ്മൾ ഡബ്ബിംഗ് എന്നൊരു ഓപ്ഷൻ എടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് എ ഡബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സോഴ്സ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ടാർഗറ്റ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോഴ്സ് ലാംഗ്വേജിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ടാർഗറ്റ് ലാംഗ്വേജിൽ ഞാൻ തമിഴാണ് കൊടുക്കുന്നത്. ശേഷം ഏറ്റവും അടിയിലുള്ള ക്രിയേറ്റ് ഡബ്ബിൽ കൊടുത്തു കഴിഞ്ഞാൽ വെറും 5-6 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഡബ്ബ് ചെയ്ത വേർഷൻ കിട്ടും. ഇനി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് വോയിസ് ചേഞ്ചർ. നമുക്കിപ്പോൾ നമ്മുടെ വോയിസ് ഡബ്ബ് ചെയ്തൊരു കാര്യം ചേഞ്ച് ചെയ്യണം. നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വോയിസ് ചേഞ്ചർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ക്ലിക്ക് ടു അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ കയ്യിലുള്ള വോയിസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം നമ്മൾ മോഡലിനെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സിമിലാരിറ്റി ഒക്കെ കൂട്ടി വെക്കുക, ഹൈ ലെവലിൽ കൂട്ടി വെക്കുക. അതിനുശേഷം ജനറേറ്റ് സ്പീച്ച് കൊടുത്താൽ കറക്റ്റ് വോയിസ് ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാവും. Papa, Grandma calling. Let's plan Mom's birthday surprise. Come, Varun. Let's cook a little surprise for our dearest. Let's make kapsa, Mom's absolute favorite. No, Mom's favorite Kashmiri pulav. We'll make it with all our love, just for Mom. Extra long, soft, great for love and unlimited taste. Taste the joy in every bite. Lemon rice. She likes my lemon rice. Oh, sorry. May I help you?